വിട്ടുപിടിക്കാൻ എംപിമാർ. കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ. പാലക്കാട് ലക്ഷ്യമിട്ട് ഷാഫി. കൊടിക്കുന്നിലും തരൂരും ആന്റോ ആന്റണിയും ബെന്നി ബെഹന്നാനും അടൂർ പ്രകാശും നിയമസഭയിലേക്ക്. പാർട്ടി നേരിടുന്നത് വൻ പ്രതിസന്ധി. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് എംപിമാർ കളത്തിലിറങ്ങി. തങ്ങളുടെ മണ്ഡലങ്ങളിൽ അവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ, ആറന്മുളയിൽ ആന്റോ ആന്റണി, അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ്, കോന്നിയിൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാൻ ശശി തരൂർ എംപിയും താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എംപിമാർ തങ്ങളുടെ മത്സര സന്നദ്ധത AICC അറിയിച്ചതായാണ് സൂചന. ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും മത്സരിക്കാൻ താൽപര്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് ഗുണം ചെയ്യുമെന്നാണ് അവകാശപ്പെടുന്നത്. KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. സുധാകരൻ അഴീക്കോട് മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിൽ മത്സരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാനുള്ള താൽപര്യം ഷാഫി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തോട് തമാശ രൂപേണയായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. മത്സരിക്കാൻ ഷാഫിക്ക് താൽപര്യമുണ്ടെങ്കിലും പുയ്യാപ്പിളെ വടകരക്കാർ വിടില്ലെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. പാർട്ടി അധ്യക്ഷൻ തമാശ പറഞ്ഞതാണെങ്കിലും കൃത്യമായ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. വടകരയിൽ നിന്നും കൂടുതൽ MLA-മാരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും ഷാഫി പറഞ്ഞു. പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം പാർട്ടി കണ്ടെത്തേണ്ടി വരും. അത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ദുഷ്കരമാണ് താനും. ആറന്മുളയിൽ ആന്റോ ആന്റണിക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. KPCC അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയുടെ പേര് അവസാന ഘട്ടം വരെ പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനെ തീരുമാനിക്കുകയായിരുന്നു. അന്ന് ആന്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് AICC നേതൃത്വം വാക്ക് നൽകിയിരുന്നു. ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചാ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് അവിടെയുള്ള നേതാക്കളും പ്രവർത്തകരും. ഏറെക്കാലമായി രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊടിക്കുന്നിലിന് കേരളത്തിൽ സജീവമാകാൻ താൽപര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടൂർ കേന്ദ്രീകരിച്ച് കൊടിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മത്സരിക്കാനുള്ള ആഗ്രഹം ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി ഹൈക്കമാൻഡ് അനുവാദം നൽകാനുള്ള സാധ്യത വിരളമാണ്. അതിനുള്ള പ്രധാന കാരണം ലോക്സഭയിൽ നഷ്ടമാകുന്ന പ്രാതിനിധ്യമാണ്. രാജിവെച്ച ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നാൽ ഈ സീറ്റുകൾ തിരിച്ചു പിടിക്കുക വളരെ ദുഷ്കരമായിരിക്കും. വളരെ കഷ്ടപ്പെട്ട് ജയിച്ച ലോക്സഭാ മണ്ഡലങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിച്ചെറിഞ്ഞിട്ട് നിയമസഭയിലേക്ക് പോയാൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും വലിയ രോക്ഷമാകും നേരിടേണ്ടി വരിക. പല സീറ്റുകളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച MLA-മാരും മന്ത്രിമാരും ഒക്കെ ആകാമെന്ന് കണക്ക് കൂട്ടിയിരിക്കുന്ന മറ്റു നേതാക്കൾ ഒന്നടക്കം ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരാനും സാധ്യതയുണ്ട്. കെ മുരളീധരൻ ഇപ്പോൾ തന്നെ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റു നേതാക്കളും ഈ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ചെലവഴിക്കുന്നതിന് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ലോക്സഭാ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, അതിനുശേഷം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രവർത്തകർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. കേന്ദ്രത്തിൽ ശക്തമായി പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകേണ്ട സമയത്ത് പാർട്ടിയുടെ ലോക്സഭയിലെ അംഗബലം കുറയ്ക്കുന്ന നീക്കങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം ഒരിക്കലും അനുമതി നൽകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.